എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയുള്ള ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രചോദനമായിട്ട് വരുന്ന നിങ്ങളുടെ ഓരോ ലൈക്കും മറ്റുമാണ്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിനെ വിസ്തരിക്കാനായിട്ട് കൂട്ടിലേക്ക് ഏറ്റിരിക്കുകയാണ്. പ്രകാശിന്റെ ഒരു പേടിയൊക്കെ ഉണ്ട്, എന്തായി തീരുമെന്നും അറിയത്തില്ല. അങ്ങനെ ലക്ഷ്മിയുടെ വക്കീല് പ്രകാശിനെ വിസ്തരിക്കാനായിട്ട് തുടങ്ങാണ്. പ്രകാശിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ആൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അത് സാർ എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമാണ്, അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ ഇഷ്ടമാന്ന് പറയാണ്. അല്ല പ്രകാശിന് ഒരു മോനില്ലേന്ന് ചോദിക്കുകയാണ്. അതെ എനിക്കൊരു മോനുണ്ട്. അല്ല അവനെ പ്രകാശൻ രാജാവെന്നോ രാജകുമാരനോ അങ്ങനെയെന്നൊക്കെയല്ലേ വിശേഷിപ്പിക്കാറുള്ളതെന്ന് ചോദിക്കാം. അതെ അങ്ങനെയൊക്കെ ഞാൻ വിളിക്കാറുണ്ട്, കാരണം എല്ലാ അച്ഛനമ്മമാർക്കും മക്കളാ അങ്ങനെയൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെയുള്ള മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കുക. അല്ല എന്നിട്ട് ഈ രാജാവെന്ന് പറയുന്ന മകന് നിങ്ങളെ നോക്കാറുണ്ടോന്ന് ചോദിക്കുക. അയ്യോ നോക്കാറുണ്ട് സാർ, എന്നെ നോക്കാറുണ്ട്. നിങ്ങളുടെ ഭാര്യേനെയോ? അല്ല അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പ്രകാശം നിൽക്കുകയാണ്. അതെന്താ പ്രകാശം ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. അല്ല അവള് പിന്നെ ദേ വേറെ അടുത്താണ് രണ്ടാമത്തോള്, അവളുടെ കൂടെ അങ്ങോട്ട് പോയെന്ന് പറയാണ്. രണ്ടാമത്തോള് അതാരാ? അത് പിന്നെ എന്റെ മകളാ. ഓഹോ അപ്പം മകളാന്ന് നിനക്ക് പറയാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ സാർ അതങ്ങനെ പറയാത്തേന്ന് പറഞ്ഞാല് എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച അവള്. എന്തുകൊണ്ടാണെന്നറിയോ, അവൾക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശിനോട് പറഞ്ഞു, അല്ല പ്രകാശിന് പെൺകുട്ടികളെ ഇഷ്ടമില്ലെന്നാണല്ലോ നിങ്ങളുടെ അമ്മ പറഞ്ഞതെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അങ്ങനെയൊന്നുമില്ല സാർ, എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് പ്രകാശിനോട് ചോദിച്ചു, പ്രകാശിന് പ്രായം എത്രയുണ്ട്? അത് ഒരു 50 കഴിഞ്ഞു, കൃത്യമായിട്ടുള്ള ഉത്തരം തരണമെന്ന് പറയണം. 54. ഓഹോ 54 വയസ്സായി പ്രായമല്ലേ. അല്ല പ്രകാശന് ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യ ഭാര്യ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടാം വിവാഹം കഴിച്ചത്. പക്ഷെ എങ്കിൽ രണ്ടാം ഭാര്യ അങ്ങനെ വിവാഹം കഴിക്കുന്ന ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാവുന്ന കാര്യമാണോ? കാരണം ആദ്യ ഭാര്യ ഡിവോഴ്സ് ചെയ്യാതെ അത് പ്രകാശന് അറിയില്ലായിരുന്നു ചോദിക്കുക. തീർച്ചയായിട്ടും പ്രകാശനൊന്നും മിണ്ടിയില്ല. പ്രകാശൻ പറഞ്ഞു, അല്ല അത് പിന്നെ സാർ ഞാൻ ആദ്യ ഭാര്യയായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയണ. പക്ഷെ അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലായിരുന്നു ചോദിക്കും. ആ സാർ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പ്രകാശൻ അങ്ങോട്ട് തട്ടി വിടുവാണ്. പിന്നീട് പ്രകാശനോട്, ഓഹോ അപ്പൊ ആദ്യ ഭാര്യ നിലനിൽക്കെ തന്നെ രണ്ടാം ഭാര്യനെ വിവാഹം കഴിച്ചു, അവരോട് നിങ്ങളിത് പറഞ്ഞായിരുന്നോ? ഇല്ല പറഞ്ഞില്ല എന്ന് പറയണം. അപ്പൊ നിങ്ങൾ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ മൂന്നാം വിവാഹത്തിന് തയ്യാറാന്നല്ലേന്ന് ചോദിക്കുക. പ്രകാശന് മുഖം കൊണ്ട് വിളറി വെളുത്ത് നിൽക്കുക. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. നിങ്ങക്ക് സ്ത്രീകളോട് പൊതുവെ താല്പര്യക്കുറവല്ലേ, സ്ത്രീകളെ ഇഷ്ടമില്ലാത്തല്ലേന്ന് ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല. അല്ല നിങ്ങളുടെ അമ്മ തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, പിന്നെ ഇപ്പൊ നിങ്ങളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ എന്ന് പറയണം. അങ്ങനെയുള്ള നിങ്ങള് വീണ്ടും ഒരു മൂന്നാം വിവാഹം, അത് ഈ 54-ാമത്തെ വയസ്സില്, സാധാരണ ഈ പ്രായത്തില് രോഗാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ആയിരിക്കും. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സ്ത്രീകളെ ഇഷ്ടമില്ല, എന്നിട്ട് പോലും നിങ്ങൾ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതിന്റെ മനോസ്ഥിതി മാത്രമാണ് എനിക്ക് മനസ്സിലാകത്തെന്ന് പറയാണ്. അത് കാരണം പ്രകാശം പറഞ്ഞു, അല്ല സാർ പ്രായം വരുമല്ലേ, അപ്പൊ എന്നെ നോക്കണമെങ്കിലും എന്നെ അമ്മേനെ നോക്കാനും വീട്ടിലെ ആള് വേണ്ടേ? ഓഹോ അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് സ്ത്രീകളെ വേണമല്ലേന്ന് ചോദിക്കുക. പക്ഷെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് സ്ത്രീകളോടൊരു പുച്ഛഭാവ, സ്വന്തം മോളോട് പോലെ നിനക്കൊരു പുച്ഛഭാവമില്ലെന്ന് ചോദിക്കും. അതുകൊണ്ടല്ലേ അവള് തിരിഞ്ഞു നോക്കാത്തെന്ന് ചോദിക്കുക. പിന്നീട് കോടതിയോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങളാളൊരു തരികട തന്നെയാണല്ലോ പ്രകാശ. കാരണം 2 വിവാഹം കഴിഞ്ഞ് മൂന്നാമത് ഈ പ്രായത്തിൽ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അവരുടെ ജീവിതം കൂടെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് പ്രകാശം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ ആള് ശരിയല്ലായിരുന്നു പറയണം. അതെ നിനക്ക് എല്ലാത്തിനും ഓരോ ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. പിന്നീട് പ്രകാശിന്റെ വാദം അങ്ങോട്ട് തീരുവാണ്. കുറെ കൂടെ അയാൾ വക്കീൽ ചോദിച്ച് അങ്ങോട്ട് പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. പ്രകാശിന് നല്ല ടെൻഷനുണ്ട്, ഇത് എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് വക്കീൽ വിളിക്കുന്നത് ദീപേനെയാണ് വിളിക്കുന്നത്. അതെ ബഹുമാനപ്പെട്ട കോടതി, ഇയാളുടെ രണ്ടാമത്തെ ഭാര്യേനെയും കൂടെ വിസ്തരിക്കാൻ അനുമതി തരണമെന്നൊക്കെ പറയാണ്. അങ്ങനെ ദീപ അങ്ങോട്ട് കൂട്ടിലേക്ക് കയറി നിൽക്കുക. ദീപയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല ഈ പ്രകാശൻ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ മുൻ ഭർത്താവല്ലേ നിൽക്കും? അതെ. ഇയാൾ ആദ്യ വിവാഹം കഴിച്ചെന്ന കാര്യം നിനക്ക് അറിയായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല സാർ അറിയത്തില്ലായിരുന്നു, പറഞ്ഞിരുന്നില്ല. ഇല്ല പറഞ്ഞിരുന്നില്ല, ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലും തന്നിരുന്നില്ല എന്ന് പറയാണ്. അല്ല നിനക്ക് ഇപ്പോഴീ കാര്യങ്ങളൊക്കെ അറിയാന്ന് ചോദിക്കുക. ഇപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്, അതും ഇയാൾ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോണ സമയത്തെന്ന് പറയണം. അല്ല നിനക്ക് വേറെ ആരെങ്കിലും ആയിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മകളുടെ അമ്മായച്ചനുമായിട്ട്, അതിലൊക്കെ എന്തൊക്കെ വാസ്തവം ഉണ്ടെന്ന് ചോദിക്കുക. സാറേ അതൊക്കെ വെറും കള്ളക്കഥകൾ മാത്രമാണ്. ഇയാൾ കെട്ടിപ്പുയർത്തുന്ന ഓരോ കള്ളക്കഥകൾ, എന്നെ മനഃപൂർവ്വം എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ. ഇയാൾക്ക് ഡിവോഴ്സ് കിട്ടണമായിരുന്നു, അതിനു വേണ്ടി ചെയ്ത കാര്യങ്ങളാ, അല്ലാതെ അതിനകത്തൊരു സത്യാവസ്ഥയില്ല.
ഇയാൾ അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ എനിക്കിപ്പോ എത്ര ഭർത്താക്കന്മാരുണ്ടാവേണ്ടതെന്ന് നിൽക്കുകയാണ്. കോടതി അതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പിന്നീട് ദീപയുടെ ചോദിച്ചു, ഇയാള് ശരിക്കും നല്ലൊരു അച്ഛനായിരുന്നോ അതോ പെൺകുഞ്ഞുങ്ങളെയൊക്കെ കാര്യമായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഒരിക്കലും ഇല്ല സാറ്, എന്റെ കുഞ്ഞ് അമ്മാതിരി ദ്രോഹങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, ശരിയാ, കാരണം വയറ്റി വെച്ച് തന്നൊരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതൊക്കെ അല്ലേ. ആ കഥകളൊക്കെ മുൻപ് ഇവിടെ കോടതിയുടെ മുന്നിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ ഡിവോഴ്സ് കേസിന് സമയത്ത് പറയിച്ചല്ലേന്ന് ചോദിക്കണം. അതെ അതെ വക്കീലെന്നൊക്കെ പറയണം. പിന്നീട് ദീപയോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ദീപ നല്ല വ്യക്തമായിട്ട് ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ പ്രകാശിന് പേടി ദീപേനെ അല്ലായിരുന്നു. കാരണം ദീപയായിട്ടുള്ള ബന്ധം പിരിഞ്ഞ പ്രകാശിന് പേടി ലക്ഷ്മിനെയായിരുന്നു. ലക്ഷ്മി വന്നാൽ എന്തായി തീരും എന്നൊരു ചിന്ത പ്രകാശിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ദീപയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിന് ശേഷം ഇയാളെ കാണുമോ മറ്റോ ചെയ്തോന്ന് ചോദിക്കണം. രണ്ടാം ഭാര്യ ഉണ്ടെന്നൊക്കെ ആദ്യ ഭാര്യ ഉണ്ടെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. എന്തിനാണെന്നറിയാവോ, ഇയാളുടെ മൂന്നാം വിവാഹം ക്ഷണിക്കാൻ വേണ്ടിട്ട് വലിയ സമ്പത്തുള്ള വീട്ടിലെയാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. നീ കണ്ടോളാനൊക്കെ പറഞ്ഞ അന്ന് അയാളെ അവസാനമായിട്ട് കണ്ടേന്ന് പറയണം. ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നീട് ദീപയോട് കുറെ കൂടി ചോദ്യം ചെയ്തിട്ട് വക്കീലും കൂടെ വിട്ടയക്കണം. അവസാനം വക്കീൽ പറഞ്ഞു, അതെ ഇനിയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ വിസ്തരിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരാളെയും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രകാശൻ ഭാവൻ വിക്രത്തിനെ എന്ന് പറയണം. വിക്രം ഒന്ന് ഞെട്ടി. ഇയാൾ തന്നെ എന്തിനായിരിക്കും പോലും വിളിക്കുന്നത്. ഭാനുമതി മുത്തശ്ശി എടാ വിക്രം, നിന്നെ അവിടെ വിളിക്കുന്നുണ്ട്. വിക്രമാത്രം എന്നുള്ള പേര് വിളിച്ചു കേട്ടിട്ട് നീ എഴുന്നേറ്റ് എല്ലാം പറയണം. വിക്രമാണെങ്കിൽ ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥ. അവസാനം വിക്രം അങ്ങ് ചെല്ലുവാണ്. വിക്രത്തെ കണ്ട് വക്കീൽ ചോദിച്ചു, അല്ല സാധാരണഗതിയില് പ്രായമായി കഴിയുമ്പം മക്കൾ അച്ഛനമ്മമാർക്കാണ് താങ്ങും തള്ളുമായിട്ട് നിൽക്കുന്നത്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രായത്തിലും അച്ഛന്റെ വിവാഹം നടത്താനായിട്ട് ഓടി നടക്കുക വിക്രം അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് അല്ല എന്തായാലും മടി എന്തേലും ഉണ്ടോന്ന് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല സാർ, കാരണം അച്ഛനൊരു കൂട്ടൊക്കെ വേണ്ടേന്ന് ചോദിക്കുക. ഇത്രയും കാലം അച്ഛന് എനിക്കും എൻ്റെ അമ്മൂമ്മയ്ക്കും വേണ്ടിയാ ജീവിച്ചേ. അപ്പം അച്ഛനും ഒരു ജീവിതമൊക്കെ വേണ്ടേന്ന് ചോദിക്കുക. ഓഹോ അങ്ങനെയാ, അപ്പൊ അച്ഛന്റെ വിവാഹം നടത്താനായിട്ട് മകൻ ഓടി നടക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുക. അല്ല അച്ഛൻ ആദ്യ ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്ന് ചോദിക്കുക. ഇല്ല, അത് പോലീസുകാർ പിടിച്ചോണ്ട് പോയതിന് ശേഷം ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറയണം. ഓഹോ, അപ്പൊ അതിനുമുമ്പ് അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേന്ന് ചോദിക്കണം. ഇല്ല സാർ, ഒന്നും പറഞ്ഞിരുന്നില്ല എന്ന് പറയണം. പിന്നീട് വിക്രത്തോട് ചോദിച്ചു, അല്ല വിക്രം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാ നിന്റെ അച്ഛനെ നോക്കുന്നുള്ളത്, നിന്റെ അമ്മേനെ നോക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിക്കുക. അത് പിന്നെ ഞാന് എനിക്കറിയാം, നീ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം നിന്റെ അമ്മേനെ നിനക്ക് പുച്ഛമല്ലേ, അവർക്ക് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് നീ സംശയിക്കുന്നു. അതിന്റെ പേരിലാണ് നീ മുമ്പ് കോടതി വന്നിട്ട് എല്ലാവരുടെയും കണക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ ചോദിക്കണം. പെട്ടെന്ന് വിക്രം പറഞ്ഞു, അത് പിന്നെ സാർ ഞാൻ പറഞ്ഞത് ഇനി കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം. അല്ല ഈ പ്രായത്തിലും അച്ഛന് വിവാഹം നടത്തി കൊടുക്കാനുള്ള തേജോ വികാരം എന്തായിരുന്നു ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞില്ല സാർ, അച്ഛൻ്റെ ഒരു തുണ വേണമായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയാ. അത്രേ മാത്രമേ ഉള്ളൂ, അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അത്രേ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളും കൊള്ളാം, അല്ല നിങ്ങൾ കുറച്ചാൾ ജയിലിൽ കിടന്നല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ സാർ ഒരു കള്ളക്കേസോ? അതെ, കള്ളക്കേസ് ഉണ്ടാക്കി വിട്ടതാണ്. അതെ എന്റെ സ്വന്തം ചോര തന്നെ എനിക്കിട്ട് പണി തന്നെന്നൊക്കെ വിക്രം നിന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, സാർ കള്ളക്കേസൊന്നുമല്ല, ഒറിജിനലായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. അതിന് സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ശിക്ഷിക്കപ്പെടുകയും ചെയ്താന്ന് പറയണം. കോടതി എല്ലാം നോട്ട് ചെയ്യണം. അച്ഛന് മുന്നേ സഞ്ചരിച്ച മകനെ ഇവന് കാരണം എന്താണെന്നറിയാവോ? അച്ഛൻ ഇവന്റെ പാത പിന്തുടർന്ന് വേണം പറയാനായിട്ട്. ഇവൻ ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതും ആ പെൺകുട്ടിയെ ചതിച്ച് കല്യാണം കഴിച്ചാണ്. പിന്നീട് രണ്ടാമത് കല്യാണം കഴിച്ച സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലെ കല്യാണം കഴിക്കാൻ വന്നു. ആ കല്യാണം മുടങ്ങിപ്പോയി. മൂന്നാമത് ശരണ്യനെ വിവാഹം കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനിനി ഒരു കല്യാണം കൂടെ അങ്ങോട്ട് കഴിക്കുമെന്ന് പറയാം. അതിനുള്ള തന്ത്രപ്പാടെല്ലാം കാണുന്നുണ്ടെന്ന് പറയാണ്. വിക്രത്തിനും മോഹം അങ്ങോട്ട് ആകെപ്പാടെ ചുമന്നു. എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല. കോടതിയാണെങ്കിൽ തെളിവുകൾ തന്നെ നിരത്തിയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കോടതി പറഞ്ഞു, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവുള്ളതാണ് കോടതി എന്ന് പറയണം. എന്നിട്ടാണ് ഇവന് അമ്മേനെ പഴിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വന്തമായിട്ട് ഇവന് അച്ഛനും മക്കളും 2-3 കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ എങ്കില് ഇവന്റെ അമ്മയാണെങ്കിലോ ഇന്ന് വരെ വേറൊരു വിവാഹത്തിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ കോടതിയോട് പറയണം. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, അല്ല നീ നിന്റെ അമ്മേനെ എന്തിനാ അമ്മയായിട്ട് കണക്കൂട്ടാത്തെ, നീ കൊണ്ട് നോക്കാത്തതെന്നൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്ക് ആ സ്ത്രീ അമ്മയായിട്ട് കാണാൻ സാധിക്കത്തില്ല, അവർക്ക് പല വഴിവിട്ട ബന്ധങ്ങളും ഉണ്ട്, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീലിന് പോലും ദേഷ്യം വന്നു. വക്കീല് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളോട് കള്ളം പറയാം, കോടതിയിൽ കള്ളം പറയാം, പക്ഷേ ഉടയതമ്പുരാന്റെ അടുത്ത് ഒരു കാരണവശാലും കള്ളം പറഞ്ഞിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ കുറച്ച് നാൾ കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കും. പക്ഷേ എങ്കിൽ അവിടുന്ന് നല്ല ശിക്ഷ തരുമ്പം അത് വാങ്ങിക്കാൻ തയ്യാറായിട്ട് ഇരിക്കേണ്ട വരുമെന്നറിയാം. ഇവിടുന്ന് ഒരു പക്ഷേ നിനക്ക് രക്ഷപ്പെട്ട പോകാൻ സാധിച്ചേക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവന്റെ വിസ്താരോടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ പ്രധാന കക്ഷിനെ വിസ്തരിക്കാൻ പോണെന്ന് പറയാം.
പെട്ടെന്ന് ജഡ്ജി വാച്ചിലേക്ക് നോക്കിയിരുന്നത് ഇന്ന സമയം പോയി, ഇനി ഇതിന്റെ ബാധ 9-ാം തീയതി കേൾക്കാന്ന് പറയണം, 9-ാം തീയതിക്ക് മാറ്റി വെച്ചേക്കെന്ന് പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടമായി. പക്ഷെ ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ കോടതി പിരിഞ്ഞു. പുറത്തേക്ക് ലക്ഷ്മിയമ്മയും കിരണും കല്യാണിയൊക്കെ ഇറങ്ങി വരുവാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്താണെങ്കിലും ഇന്ന ദിവസത്തെ എനിക്ക് അവനെ ഒന്ന് വലിച്ചു കീറണമെന്നുണ്ടായിരുന്നു, ആ നടന്നില്ല. സാരമില്ല, കുറച്ചു ദിവസം കൂടെ കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് പറയണം. അത് ശരിയാ ലക്ഷ്മി ആന്റി എന്ന് പറയണം. അപ്പോഴേക്കാണ് പ്രകാശനും വിക്രമും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ദേ അവര് വരുന്നുണ്ട്. ലക്ഷ്മി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയം അയാൾ അങ്ങോട്ട് വരുവാണ്. പ്രകാശനും വിക്രമും ഒക്കെ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണം ചോദിച്ചു, ഇപ്പൊ നിനക്കൊക്കെ സമാധാനമായി കാണൂല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ദീ പറഞ്ഞു, നാണമുണ്ടോ നീക്ക്? ആദ്യമായിട്ടൊരു ആദ്യ ഭാര്യ ഉണ്ടാന്നിട്ട് അതുപോലും മറച്ചു വെച്ചല്ലേ നിങ്ങള് എന്റെ കഴുത്തിൽ താലി ആഴ്ത്തിയത്. ഇപ്പൊ ശരിക്കും പറ, ഈ പറയുന്ന ദുസ്വഭാവങ്ങളൊക്കെ ഉള്ള ആർക്കാ? ഞാനിതുവരെ വേറെ കല്യാണം കഴിക്കാൻ പോയില്ല. പക്ഷെ നിങ്ങളാണ് ഇതേ മൂന്നാമതൊരു കല്യാണം കഴിക്കാണ്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മകനുണ്ടല്ലോ ആ വിക്രം, വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് വലിയ ആളാവാണ്ട് ശ്രമിക്കുമായിരുന്നു അല്ലേന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, അതേടി നീ നിന്റെ ഈ മകളും കൂടെ ചേർന്ന് ഞാൻ അങ്ങോട്ട് പണി തന്നേന്ന് മനസ്സിലായി. പക്ഷെ നീ ഒന്നും അങ്ങോട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല കണ്ടോ. അധികം വൈകാതെ തന്നെ എന്റെയും കാർത്തിയുടെ അമ്മയായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് പറയണം. ആണോ? ഒന്ന് നടന്നൊന്ന് കാണണമല്ലോ. നമുക്ക് കാണാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു, നടന്ന് കാണുമെന്ന് പറഞ്ഞാൽ കാണും, നീ പറഞ്ഞോ നല്ല സദ്യ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം. കിരൺ പറഞ്ഞു, കൂടുതൽ ഇവിടെ നിന്ന് വാജു കഴിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്കാൻ പറയണേ. ഇല്ല നീ എന്ത് ചെയ്യൂടാ, എന്റെ കൈക്കടുത്ത് എന്താ നീയൊക്കെ അറിയൂന്ന് പറയണം. ഇതേ ലക്ഷ്മിയമ്മോട് പറഞ്ഞതും കാണിച്ചു കൂട്ടിയതൊക്കെ ഇപ്പോഴും എന്നെ മനസ്സിൽ കിടക്കുക. പോരാത്തന്നെ എന്റെ കല്യാണിയെ തീർക്കാൻ ശ്രമിച്ചല്ലേ, അതൊക്കെ എനിക്ക് പെട്ടെന്നൊന്നും ക്ഷമിക്കാനൊന്നും പറ്റില്ല. കിട്ടിയ അവസരം മുതലാക്കി ഞാൻ നാളെ ഇട്ട് തരൂന്ന് പറയണം. എന്നാ തല്ലടാ, നീ തല്ലാൻ വന്ന് നോക്ക്. നിന്റെ അച്ഛൻ ചന്ദ്രസേനൻ വരെ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് പിടിച്ചിരിക്കാൻ മടിക്കൂന്ന് പറയണം. ഇത് കേട്ടത് കല്യാണി, ഓഹോ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാ ആണോന്ന് ചോദിക്കണം, അഹങ്കാരമാണോന്ന് ചോദിക്കണം. അതെ, പണ്ടത്തെ കാലമൊന്നും അല്ലെന്ന് അറിയാലോ. എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ അയാൾ പോലും ഒന്ന് മടിക്കും. നാളെ ഈ സരീവ് കൺസ്ട്രക്ഷൻസ് ഇപ്പൊ ആർട്സ് കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ടായിരുന്നല്ലോ, അത് തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയായിരിക്കും നിനക്ക് കാണാൻ പറ്റുന്നത്. അധികം വൈകാതെ തന്നെ അത് നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിനെയും കിരണേയും വെല്ലുവിളിക്കുകയാണ്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, ദേ എന്റെ കൈപ്പാങ്ങിന്ന് മാറിയെന്നോ അല്ലെങ്കിൽ എപ്പോഴാ കർണം വീശ അടിക്കണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഉള്ള നേരത്തെ പോയിക്കൊള്ളാൻ പറയണം. ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, അതെ ഇപ്പം ഞാൻ പോവാ, എനിക്ക് എന്തെയാണെന്ന് അറിയാന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഈ സമയം വക്കീല് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അത് ഞാൻ വൈകാതെ തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി തീരുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മൺ പറഞ്ഞു, ഏയ് അതൊന്നും കുഴപ്പമില്ല വക്കീലെ, അതിന് വേണ്ടതോ ചെയ്താൽ മതി, അവൻ നല്ല ശിക്ഷ കിട്ടും. കാരണം ക്രിമിനൽ കുറ്റം അവൻ ചെയ്തിരിക്കുന്നു പറയണം. ശിക്ഷയൊന്നും വേണ്ട വക്കീലെ, എനിക്ക് അവനെ പുറത്ത് കിട്ടണം, എന്നിട്ടാ കാര്യമുള്ളതെന്ന് പറയണം. അപ്പൊ ലക്ഷ്മിയമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കരുതി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. പിന്നെ വിശേഷങ്ങൾ ഇടാൻ കുറെ ലേറ്റായി, കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്. നന്ദി.